കഴിഞ്ഞ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നിരവധി ഭേദഗതി നിർദ്ദേശങ്ങൾ വഖഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വഖഫിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ ഫാഷിസ്റ്റ് ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ ബില്ല് നടപ്പാക്കുന്നത്, ഈ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നത്, ഈ ഭേദഗതി ബില്ല് പാർലമെന്റിൽ മുൻപാകെ വെക്കുന്നത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ഭരണഘടനയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയുടെ പിറകിലാണ്, അതിന്റെ ഭാഗമായാണ് ഈ ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ വരുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്റെ പ്രിയമുള്ളവര് അറിയും, നമ്മുടെ രാജ്യത്ത് എന്താണ് വഖഫ്, എന്താണ് ഈ പ്രശ്നം എന്നതിനെ കുറിച്ച് സാമാന്യ ജനത്തിന് വലിയ ബോധമുണ്ടാവില്ല. നമുക്കറിയാം, ഇന്ത്യയുടെ വിഭജന കാലം മുതൽ നമ്മൾ പിറകിലോട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, രക്തം നൽകിക്കൊണ്ട്, തുല്യതയില്ലാത്ത സമരം ചെയ്ത് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ മുസ്ലിം ജനത ഈ രാജ്യം രണ്ടായി പകർത്തു പോകുന്നതിനെ എതിർത്തു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആ സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയ ആ ജനത ഇട്ടേച്ചു പോയ വലിയൊരു സ്വത്ത്, ആ സ്വത്ത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ ശില്പികൾ വലിയ ഗൗരവത്തിൽ ആലോചിച്ചു. കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്, മനോഹരമായ ശില്പങ്ങളുണ്ട്, ഇതെന്ത് ചെയ്യും എന്ന് ആലോചിച്ചതിന് ശേഷം അവർ തീരുമാനമെടുത്തു, ഈ സ്വത്ത് മുഴുവൻ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളായി ഇന്ത്യയിൽ തുടർന്നു വരുന്ന ആ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പൂർവ്വസൂരികളായ ഈ രാജ്യത്തിന്റെ ശില്പികൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളും ഈ രാജ്യത്തിന്റെ ഭരണരംഗത്ത് ഉണ്ടായിരുന്ന ആദ്യകാല മുഴുവൻ ആളുകളും തീരുമാനിച്ചു. അതാണ് സത്യത്തിൽ വഖഫ്. നമുക്കറിയില്ലേ, അവരുടെ പാരത്രിക ജീവിതം ശോഭനമാകുന്നതിന് വേണ്ടി, വിശാലമാകുന്നതിന് വേണ്ടി, നന്മ ആഗ്രഹിച്ചുകൊണ്ട്, പൊതുസമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി അവര് ചെയ്യുന്ന ദാനമാണ് വഖഫ്. ആ ദാനഭൂമിയാണ് ഇന്ന് RSSഉം BJPയും സംഘപരിവാർ ശക്തികളും ചേർന്ന് നിന്നുകൊണ്ട് ഇത് അട്ടിമറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ, ഈ രാജ്യത്തിന്റെ മുഴുവൻ താല്പര്യങ്ങളും, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന നിലയിൽ, ഭരണഘടനയുടെ താല്പര്യത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത അട്ടിമറിക്കുന്ന രീതിയിൽ, ഈ രാജ്യത്തിന്റെ ദേശീയ കാഴ്ചപ്പാട് അട്ടിമറിക്കുന്ന രീതിയിൽ ഇത് തകർത്ത് തരിപ്പണമാക്കുന്നതിന് വേണ്ടി, ഇന്ത്യയിലെ സുന്ദരമായ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് SDP ദേശവ്യാപകമായി ഇന്ന് തെരുവിൽ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പാർലമെന്റിന് പുറത്തും രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള സമര പരമ്പരകൾ തീർത്തുകൊണ്ട് തെരുവിൽ വഖഫ് ബില്ല് ഞങ്ങൾ കത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പോരാട്ടമാണ്, ഈ രാജ്യത്തിന്റെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന സമരമാണ്. ഇത് കേവലം ഞങ്ങൾ മാത്രം, SDP മാത്രം ചെയ്യേണ്ട ഒരു സമരമല്ല. നിങ്ങൾക്കറിയോ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ അവസ്ഥ എന്താ? ഒരു പ്രതിപക്ഷ പാർട്ടികളും ഇതിന് തയ്യാറാവുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ചില ചടങ്ങ് സമരങ്ങൾ നടത്തി അവർ അവസാനിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അവരെ മുഴുവൻ അവരുടെ താല്പര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഈ രാജ്യത്തിന്റെ ആഴത്തിൽ അപകടപ്പെടുത്തുന്ന, ഈ രാജ്യത്തിന്റെ വേരറുക്കുന്ന നിയമത്തിനെതിരെ ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വരുന്നില്ല, സമരത്തിനിറങ്ങുന്നില്ല, തെരുവിലേക്ക് വരുന്നില്ല എന്നതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും കാതലായ പ്രശ്നം എന്ന് ഞങ്ങൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, SDP വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. SDP ഇത് ഒരു മതത്തിന്റെ പ്രശ്നമായി കാണുന്നില്ല, ഇത് കേവലം മുസ്ലിങ്ങളുടെ പ്രശ്നമായി കാണുന്നില്ല. ഇത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത പ്രശ്നമാണ്, ഈ രാജ്യത്തിന്റെ തുല്യതയുടെ പ്രശ്നമാണ്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രശ്നമാണ്. ആ പ്രശ്നം അങ്ങനെ തന്നെ
അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ തെരുവിൽ ഈ ബില്ലിനും മാത്രമല്ല എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളെയും ഞങ്ങൾ തുറന്നെതിർക്കുകയും ശക്തമായി ചെറുക്കുകയും ചെയ്യുമെന്ന് ഞാൻ അവസരത്തിൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾ അങ്ങനെ BJPയുടെ ഈ ഇൻഡാസ്മെന്റ് പേടിച്ചു പോകുന്ന ആളുകളല്ല. ഈ രാജ്യത്തെ ജനങ്ങളും പൗരസമൂഹങ്ങളും ജനാധിപത്യത്തിന്റെ പഴുതുകളിലൂടെ അധികാരത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തുടരാനും അതിലൂടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. പക്ഷേ ഇതെല്ലാം അവസാനിപ്പിക്കുന്ന ജനകീയമായ പോരാട്ടങ്ങൾക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമ്മേളനം ഈ വഖഫ് ബില്ല് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. Zindabad.